ലുംബിനി പാർക്കിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ ഹൈദരാബാദിന്റെ സ്വന്തം ബുദ്ധപ്രതിമയുടെ അടുത്തേക്ക് ബോട്ട് സർവീസ് ലഭ്യമാണ്. സ്പീഡ് ബോട്ട് സർവീസും ഡാൻസിംഗ് ബോട്ട് സർവീസും ഒക്കെ ഇപ്പോൾ അവിടെ ലഭ്യമാണ്. ബോട്ട് യാത്രക്കിടയിൽ അംബേദ്കറുടെ ആ പ്രതിമയും അംബേദ്കർ മെമ്മോറിയൽ തെലങ്കാന സെക്രട്ടേറിയറ്റും അപ്പുറത്ത് ദേശീയ പതാകയും ഹുസൈൻ സാഗർ തടാകത്തിന്റെ ശാന്തമായ വ്യൂവും ഒക്കെ കാണുന്നത് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ യാത്ര ചെയ്ത് ബുദ്ധപ്രതിമയുടെ അടുത്തെത്തി. ഹൈദരാബാദ് ഹുസൈൻ സാഗർ തടാകത്തിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ബുദ്ധപ്രതിമയ്ക്ക് ഒരു ട്രാജഡിയുടെ കഥ കൂടി പറയാനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഏകശില ബുദ്ധപ്രതിമയാണ് ഹൈദരാബാദ് നഗരത്തിന്റെ ഐക്കണായി ഇങ്ങനെ നിലകൊള്ളുന്നത്. തെലുങ്ക് സൂപ്പർ സ്റ്റാർ NTR മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ന്യൂയോർക്ക് സന്ദർശിക്കുകയും അവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ട് അതേപോലെ ഒരെണ്ണം തന്റെ നഗരമായ ഹൈദരാബാദിലും വേണമെന്ന് ആഗ്രഹിച്ച് പണി തുടങ്ങിയതാണ് ബുദ്ധപ്രതിമ. ദലൈലാമയാണ് ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ പണി കഴിപ്പിച്ച ശേഷം ഈ പ്രതിമ സ്ഥാപിക്കാൻ നേരത്തെ മറിഞ്ഞു വീഴുകയും 10ഓളം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് 1992 ഇത് വീണ്ടും ഉയർത്തപ്പെട്ടതും പ്രതിഷ്ഠിക്കപ്പെട്ടതും. ഹൈദരാബാദിൽ ഹുസൈൻ സാഗർ തടാകത്തിന്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഐക്കോണിക് സിംബൽ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്.